ഇപ്പോഴും ഈ കാർത്തിക പൂർണിമ നാളിൽ ഒറീസയിൽ ഒരു ബാലി യാത്ര നടത്താറുണ്ട്. അപ്പോൾ കാർത്തിക പൂർണിമ നാളിൽ ആണ് കാറ്റ് അനുകൂലമായി ബാലിയിലേക്ക് തെക്ക് കിഴക്കേ ഏഷ്യയിലേക്ക് വീശുന്നത്. നമ്മളവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, കടലിൽ സഞ്ചരിക്കുന്നതായിരുന്നു എളുപ്പം പണ്ട്, കരയിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ. ഉദാഹരണമായിട്ട് ഗംഗാ നദിയുടെ തീരത്ത് നിന്നും കാവേരി നദിയുടെ തീരത്തെത്താൻ ഒരു 10-500 വർഷം മുമ്പ് എത്രയോ മാസങ്ങൾ എടുക്കുമായിരുന്നു. വർഷകാലത്താണ് വെച്ചാൽ സഞ്ചരിക്കാൻ പറ്റില്ല, കാരണം എല്ലാ നദികളും കരകവിഞ്ഞ് ഒഴുകും. കരയിൽ സഞ്ചരിക്കുമ്പോഴുള്ള വേറെ ചില ഭീഷണിയൊക്കെ ഉണ്ട്, പിടിച്ചുപറി അത് ഇതൊക്കെ ഉണ്ട്. കടലിലും ഉണ്ട്. പക്ഷേ അനുകൂലമായ കാറ്റാണെങ്കിൽ 30-40 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്നും ഈ സുമാത്ര, അതുപോലെ ജാവ, അതുപോലെ തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ ഭാഗത്ത് എത്താൻ പറ്റുമായിരുന്നുള്ളതാണ്. മാത്രമല്ല ഒരു കപ്പലിൽ വലിയ അധികം ആളുകളെ കൊള്ളും, ചരക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് കപ്പൽ യാത്രയായിരുന്നു ഇന്ത്യയിൽ സുഗമം. അങ്ങനെ നിരന്തരം ഒറീസ, ബംഗാൾ ഭാഗത്ത് നിന്ന് തെക്ക് കിഴക്കേ ഏഷ്യയിലേക്ക് സഞ്ചാരികൾ പോയിരുന്നു. അങ്ങനെ പോയിരുന്ന കച്ചവടക്കാർ പോകുമ്പോൾ അവരുടെ കൂടെ പുരോഹിതന്മാര് നിർബന്ധമായിരുന്നു. കാരണം ഈ യാത്ര ദുർഘടം പിടിച്ച യാത്രയാണ്. അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ ഈ പുരോഹിതന്മാരെയും കൂട്ടിയിരുന്നുള്ളതാണ്. തുടർന്ന് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാര് ഇവിടെ കച്ചവടത്തിന് സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു മിനി ഇന്ത്യ. അതിന് ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് പറയുന്നത്.